പുറത്തൊക്കെ പോയി വരുമ്പോഴത്തേക്കും നമ്മളിട്ടിരിക്കുന്ന കാജൽ എന്തായാലും അത് പരന്നിട്ടുണ്ടാവും. ഇനി അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. വളരെ ഈസി ആയിട്ട് 2 ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിനി കാജൽ പരക്കാതെ കണ്ണെഴുതാം. അപ്പോൾ അതിനായിട്ട് ഒരു കാജൽ എടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കാജൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നോർമലി നമ്മൾ കണ്ണെഴുതുന്ന പോലെ കണ്ണെഴുതി കൊടുക്കുക. അപ്പം ഏതൊരു കാജലാണെങ്കിൽ തന്നെയും അത് പടരും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് പടർന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ആ ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ടൊരു പൗഡറും ഒരു ബഡ്സ് എടുക്കുക. പൗഡറിനകത്ത് ഈ ഒരു ബഡ്സ് ഇതുപോലെ ഒന്ന് മുക്കി കൊടുത്തിട്ട് നമ്മൾ കണ്ണെഴുതിയതിൻ്റെ മണ്ടയിലായിട്ട് ജസ്റ്റ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് കണ്ണെഴുതിയിട്ട് അത് പടരാതിരിക്കാനായിട്ട് പൗഡർ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തില്ലേ, ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ബഡ്സ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കയ്യിൽ അതായിട്ടില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ട്രിക്കാണ്. അതുകൂടാതെ തന്നെ ഇത് വൈകുന്നേരം വരെ നിൽക്കുകയും ചെയ്യും. നമുക്കൊരു മോഡേൺ ആയിട്ടുള്ള ട്രിക്ക് നോക്കിയാലോ. അതിനായിട്ട് ഐ ഷാഡോ പാലറ്റ് എടുക്കുക. അതിലൊരു ബ്രൗൺ കളറോ ബ്ലാക്ക് കളറോ എടുക്കുക. എന്നിട്ട് നമുക്ക് കാജൽ എഴുതിയതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കാജൽ പരക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യാനും അതുകൂടാതെ തന്നെ കാജൽ നല്ല തിക്കായിട്ട് ഒരു ബ്ലാക്ക് കളർ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ കാജൽ എഴുതുമ്പോൾ പരക്കാതിരിക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സോ ബൈ.